കല്യാണ സദ്യകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് സാമ്പാർ. സദ്യ സാമ്പാർ ഇഷ്ടമല്ലാത്ത മലയാളികളും വളരെ കുറവാണ്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു വിഭവമാണ് സാമ്പാർ. അപ്പോൾ നമുക്ക് സാമ്പാർ എളുപ്പത്തിലുണ്ടാക്കാനായിട്ട് നമുക്കൊരു പൊടി ഉണ്ടാക്കാം, ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാം. അപ്പോൾ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മുളക്, മല്ലി, കറിവേപ്പില, ഉലുവ, ജീരകം, ഉഴുന്ന്, തുവരപ്പരിപ്പ്, ഉണക്കലരി, കടലപ്പരിപ്പ്, ഉപ്പ്, കായം, മഞ്ഞൾപ്പൊടി നമുക്ക് ഇതെല്ലാം വറുത്ത് പൊടിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് എന്തൊക്കെയാണെന്ന് നമുക്ക് വറക്കാൻ നേരത്ത് നോക്കാം. കട്ടക്കായ ഇങ്ങനെ ഇട്ടാൽ ഉരുകി പോവില്ലേ എന്നെല്ലാവരും ചോദിക്കും. അത് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനമാകുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ കട്ടക്കായ ഇങ്ങനെ ഇടാൻ താല്പര്യമില്ലാത്തവർ അല്പം എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കായ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൗഡർ പോലെ പൊടിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ഉണക്കമുളക് ഒരു 25 എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് 1 മിനിറ്റ് ഒന്ന് ഇതേ കൂട്ടിട്ടിരുന്ന് വറുത്തതിന് ശേഷം നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ അകത്തേക്ക് 1 ബൗള് മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലി നമ്മൾ ഏകദേശം ഒരു 7 ടേബിൾ സ്പൂണോളം മല്ലി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂണാണ് കടലപ്പരിപ്പ്. തുവരപ്പരിപ്പ് അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഉഴുന്നാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നും ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിയാണ്. അരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഉണക്കലരി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചരിയോ ചാക്കരിയോ ഉപയോഗിക്കുന്നതാണ്. അരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അരിപ്പൊടി ഇതിനകത്താകുമ്പോഴത്തേക്ക് സാമ്പാറിന് നല്ല കുറുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് ഉലുവ. സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് പതുക്കെ വറുത്തെടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടക്കായം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയൊക്കെ പൊടിച്ചതിന് ശേഷം നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതുവരെ ഇട്ട സാധനങ്ങൾ ഒരു 2 മിനിറ്റ് മൂപ്പിച്ചതിന് ശേഷം മാത്രം ജീരകം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അടുത്തതായിട്ട് സാമ്പാറിന് നല്ല രുചിയും മണവും തരുന്ന സാധനമാണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില നമുക്ക് നല്ലൊരു പിടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കുന്നത് സാമ്പാർ പൊടി കുറച്ചധികം നാൾ കേടുകൂടാതെ ഇരിക്കാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇങ്ങനെ പൊടിയണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു 2 മിനിറ്റും കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം ജീരകമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 2 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ മുളകിൻ്റെ പാകം. ആദ്യമേ നമുക്ക് മുളകെല്ലാം വാരി മിക്സിയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. കാര്യം മുളക് മേളിലായി കഴിഞ്ഞാൽ അടിഞ്ഞു കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ ആദ്യമേ മുളക് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ കായാണ് ഇത്. കണ്ടോ, കായൊക്കെ ഇതേ കൂട്ടം അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം പൊടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.